വേദനയില്ലാത്ത സാധാരണ പ്രസവം സാധ്യമാണോ എന്ന് പല സ്ത്രീകളും ചിന്തിക്കാറുണ്ട്. ഇത് സുരക്ഷിതമാണോ എന്നും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഗർഭിണിയായ സ്ത്രീ എന്ന നിലയിൽ പലർക്കും ഉണ്ടാവാറുള്ള സംശയമാണ്. വേദനയില്ലാത്ത സാധാരണ പ്രസവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രസവ സമയത്ത് വേദന ശമിപ്പിക്കുന്നതിനായിട്ട് ഒരു അനസ്തേഷ്യോളജിസ്റ്റ് നൽകുന്ന എപ്പിഡ്യൂറൽ കുത്തിവയ്പ്പാണ് വേദനയില്ലാത്ത പ്രസവം. ഇത് പുറകിലൂടെ താഴെ ഭാഗത്ത് കുത്തിവയ്ക്കുകയും ഒരു പ്ലാസ്റ്റിക് ട്യൂബ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിലൂടെ മരുന്നുകൾ സുഷുമ്നാ നാഡിക്ക് ചുറ്റും പുറത്തുവിടുകയും ചെയ്യുന്നു. സജീവമായ പ്രസവ സമയത്ത് ഇത് ഒരിക്കൽ മാത്രമേ കുത്തിവയ്ക്കുകയുള്ളൂ. അതായത് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കുറഞ്ഞത് 3 സങ്കോചങ്ങളെങ്കിലും ഉണ്ടാകുന്നു. എന്നാൽ എപ്പിഡ്യൂറൽ എല്ലായ്പ്പോഴും 100% വേദനയ്ക്ക് ആശ്വാസം നൽകുന്നില്ല. പക്ഷേ താഴ്ഭാഗത്തുണ്ടാകുന്ന പകുതിയിലധികം വേദനയും ഇത് ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. പ്രസവത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചൂടുള്ള കുളി, മസാജ്, വ്യായാമങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത രീതികൾ ഉപയോഗിച്ച് വേദന നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായിട്ട് പലരിലും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എപ്പിഡ്യൂറൽ കഴിക്കുന്നത് സുരക്ഷിതമാണോ എന്നത്. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ എപ്പിഡ്യൂറലുകൾ അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമാണ്. കൂടാതെ ഇത് ക്ഷീണം, ക്ഷോഭം എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഇത് സ്ത്രീകളെ വിശ്രമിക്കാനും പ്രസവ വേദനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. എന്നാൽ ഏതൊരു മെഡിക്കൽ ഇടപെടലിനെയും പോലെ ഇത് അനാവശ്യ പാർശ്വഫലങ്ങൾക്കും കാരണമാകുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എപ്പിഡ്യൂറൽ ഒഴിവാക്കേണ്ടി വരുന്നത് എന്ന് നോക്കാം. എപ്പിഡ്യൂറലിന് മരവിപ്പുണ്ടാക്കുന്ന ഒരു ഫലമുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, കിടക്കയിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ടി വരും. നിങ്ങളുടെ പ്രസവ സമയം കൂടുതൽ നീണ്ടതായേക്കാം. അതുപോലെ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓക്കാനം, തലകറക്കം എന്നിവ അനുഭവപ്പെടാം. വാക്വം ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. വേദനയില്ലാത്ത പ്രസവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ ക്ഷീണം എന്നിവയെ കൂടുതൽ നന്നായി നേരിടാൻ ഇത് ഒരു സ്ത്രീയെ സഹായിക്കുന്നുണ്ട്. ഇത് യോനിയിലെ പേശികളെ വിശ്രമിക്കുകയും കുഞ്ഞിന് താഴേക്ക് ഇറങ്ങാൻ ഇടം നൽകുകയും ചെയ്യുന്നു. ഇത് അമ്മയുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അതായത് സ്വാഭാവികമായിട്ടുള്ള പ്രസവ സമയത്ത് അമ്മയ്ക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. കൂടാതെ മർദ്ദം അപകടമുണ്ടാക്കുന്ന വിധം ഉയർന്ന അളവിലെത്തി പക്ഷാഘാതത്തിൽ അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ സാധാരണ പ്രസവ സമയത്ത് പെൽവിക് പേശികൾക്ക് സംഭവിക്കാവുന്ന കേടുപാടുകളും ഇതുവഴി തടയുന്നു. എന്നാൽ ഇതിൻ്റെ കുറച്ച് ദോഷഫലങ്ങളാണ് നടുവേദന, തലകറക്കം അല്ലെങ്കിൽ വിറയൽ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. അമ്മയുടെ രക്തസമ്മർദ്ദം കുറയുന്നത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കാനും കാരണമാകും. നട്ടെല്ലിൽ നിന്ന് ദ്രാവകം ചോരുന്നതിനാൽ കടുത്ത തലവേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞരമ്പുകൾക്ക് പരിഹരിക്കാനാകാത്ത വിധം കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. വേദനാരഹിതമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചില പഠനങ്ങളിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗർഭിണികൾ സാധാരണ പ്രസവത്തിന് തയ്യാറെടുക്കാനാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അവരുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുക, പ്രസവ വ്യായാമങ്ങൾ, ശ്വസന വിദ്യകൾ പരിശീലിപ്പിക്കുക, പ്രസവ പങ്കാളിയെ തിരഞ്ഞെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരിയായ പിന്തുണയോടെ എപ്പിഡ്യൂറൽ ഇല്ലാതെ തന്നെ പ്രസവ വേദനയെ നിങ്ങൾക്ക് നന്നായി നേരിടാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.